എല്ലാവർക്കും നമസ്കാരം. തണൽക്കൂട്ടം സൊസൈറ്റി ഫോർ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന സംഘടന 2025 ജനുവരി മാസം 18-19 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് ഒരു കേരള പൈതൃക കോൺഗ്രസ് നടത്തുകയാണ്. വാസ്തവത്തിൽ ഈ പൈതൃക സമ്മേളനം നടത്തേണ്ടത് കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് അല്ലെങ്കിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് സർക്കാർ വകുപ്പുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിർഭാഗ്യവശാൽ തൃപ്തികരമായി ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്ന് കാണാത്തത് കൊണ്ട് ഞങ്ങളെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വർഷങ്ങളായി ജീവിക്കുന്ന, കേരള സംസ്കാരത്തെ ആദരിക്കുന്ന, കേരള സംസ്കാരത്തിൻ്റെ മൂല്യങ്ങളെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ഒരു പൈതൃക കോൺഗ്രസ് നടത്താൻ പോവുകയാണ്. ഞങ്ങൾ ഇപ്പോൾ പതിവായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹെറിറ്റേജ് വാക്കുകളാണ്. അതായത് പൈതൃക യാത്രകൾ. ചാലയിൽ, അതുപോലെ കോട്ടയുടെ വെളിയിൽ ഒക്കെ ഈ പൈതൃക യാത്രകൾ നടത്തി ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായി. അതാണ് ഇങ്ങനെ ഒരു പൈതൃക കോൺഗ്രസ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത്. ഇത് നടത്തുന്നത് പടിഞ്ഞാറേക്കോട്ടയിലുള്ള അമ്മ വീട്, ഇപ്പോൾ അവിടെ സ്വാതി തിരുനാളിൻ്റെ മൂന്നാമത്തെ ഭാര്യയും നർത്തകിയും ആയ ആ അനുഗ്രഹീത കലാകാരിയുടെക്ക് വേണ്ടിയിട്ട് സ്വാതി തിരുനാൾ പണിയിച്ചു കൊടുത്ത ആ വീട്ടിലെ ഉള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇത് നടത്തുന്നത്. നാൾ ചെല്ലും തോറും ഈ തിരുവനന്തപുരത്ത് ജീവിക്കുന്നവർക്ക് പോലും ഈ രാജകീയ നഗരം എന്നൊക്കെ പറയുന്നത് ആലങ്കാരികമാണ് എങ്കിലും ആ നഗരത്തിൻ്റെ സവിശേഷതയെപ്പറ്റി അറിയില്ല. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള നഗരങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. മറ്റു പല നഗരങ്ങളും ഒരു മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് രൂപം കൊള്ളുമ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരം രൂപം കൊള്ളുന്നത് ഒരു മഹാവിദ്യാലയമായിട്ട് ബന്ധപ്പെട്ടാണ്, കാന്തളൂർ ശാല. എന്നാൽ കാന്തളൂർ ശാലയെ പറ്റി ഇന്ന് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളുകൾക്ക്, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഇവിടുത്തെ അധ്യാപകരിൽ എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു മഹാവിദ്യാലയത്തിൻ്റെയും ഒരു മഹാക്ഷേത്രത്തിൻ്റെയും തുടക്കവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ രൂപം കൊണ്ട നഗരമാണ് തിരുവനന്തപുരം. പക്ഷെ സ്ഥിരമായി തിരുവനന്തപുരം തലസ്ഥാനമായിരുന്നില്ല. അന്നത്തെ കാലത്ത് ഭരണാധികാരിയായ രാജാവ് എവിടെ താമസിക്കുന്നു അവിടെ തലസ്ഥാനമായിരിക്കും. രാജാവ് ഇരണിയിലാണ് താമസിക്കുന്നതെങ്കിൽ ഇരണിയിലാണ് തലസ്ഥാനം. രാജാവ് തിരുവിതാംകോടാണ് താമസിക്കുന്നതെങ്കിൽ തിരുവിതാംകോട്ടാണ് തലസ്ഥാനം. അല്ല, രാജാവ് താമസിക്കുന്നത് പത്മനാഭപുരത്താണെങ്കിൽ പത്മനാഭപുരമാണ് തലസ്ഥാനം. തിരുവനന്തപുരത്താണ് താമസിക്കുന്നതെങ്കിൽ തിരുവനന്തപുരമായിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആണ്ടിൽ ഒരു 4 മാസമെങ്കിലും തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ രാജാക്കന്മാർ താമസിച്ചിരുന്നു. ചാതുർമാസ വ്രതം എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലത്ത് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് ആ 4 മാസക്കാലമെങ്കിലും തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പിന്നീട് മൈസൂർ ആക്രമണത്തിൻ്റെ കാലഘട്ടമായപ്പോൾ പത്മനാഭപുരത്തിരുന്നു കൊണ്ട് വടക്കൻ പ്രദേശങ്ങളിലെ ഭരണം നമുക്ക് വളരെ പ്രാധാന്യത്തോടെ നിർവഹിക്കാൻ കഴിയില്ല എന്ന് കണ്ടിട്ടാണ് തലസ്ഥാനം കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് ഒരു വിളംബരത്തിലൂടെയല്ല, മറിച്ച് പതുക്കെ ഒരു തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് സ്ഥിരമായി മാറുന്നത്. അപ്പോഴും തിരുവനന്തപുരം ഒരു തീർത്ഥാടന നഗരമായിരുന്നു. ഈ തീർത്ഥാടന നഗരമായ തിരുവനന്തപുരത്തിനെ ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ആയി മാറ്റുന്നത് ഈ സർ ടി മാധവറാവു എന്ന ആൾ ദിവാനായി വന്നതിനെ തുടർന്നാണ്. അന്ന് രാജ്യം ഭരിച്ചിരുന്നത് ആയില്യം തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ കൂടിയായ സർ ടി മാധവറാവു എന്ന ദിവാൻ, കൂടാതെ ബാർട്ടൺ എന്ന് പറയുന്ന അതിപ്രഗത്ഭനായ ഒരു എഞ്ചിനീയർ, ഈ 3 പേർ ചേർന്നിട്ടാണ് തിരുവനന്തപുരം നഗരം, ആധുനിക തിരുവനന്തപുരത്തിൻ്റെ ആർക്കിടെക്ട്സ്. അവരുടെ ആ 3 പേരും കൂടി ചേർന്നിട്ടാണ് ഹജൂർ കച്ചേരി എന്ന് അന്ന് പറഞ്ഞിരുന്ന ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് നിർമ്മിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് നേപ്പിയർ മ്യൂസിയം നിർമ്മിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ്
ജനറൽ ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് മഹാരാജാസ് കോളേജ് നിർമ്മിക്കുന്നത്, അതായത് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്. ഈ 4 കെട്ടിടങ്ങളും തിരുവനന്തപുരത്ത് വന്നതോടുകൂടി തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാജ്യ തലസ്ഥാനമായിട്ട് മാറുകയാണ്. അത് കഴിഞ്ഞു. ഈ സെക്രട്ടേറിയറ്റിൽ അനുബന്ധ മന്ദിരങ്ങൾ പണിഞ്ഞു, അത് വികൃതമായി. എന്ന് മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിലെ കെട്ടിടങ്ങൾ, ഫ്ലാറ്റുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ഒരു നിയന്ത്രണവുമില്ല. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. ടൗൺ പ്ലാനർക്ക് പകരം ഒരു ആർട്ട് കമ്മീഷനുണ്ട്. അവരെന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയില്ല. ഇതേപ്പറ്റിയൊക്കെ ജനങ്ങൾക്കൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കുവാനും ഈ നഗരത്തെ സ്നേഹിക്കുവാൻ അവരെ പഠിപ്പിക്കുവാനും, ഈ ചരിത്രം എന്ന് പറയുന്നത് ഭൂതകാലത്തെ ആരാധിക്കാൻ വേണ്ടിയുള്ളതൊന്നുമല്ല, മറിച്ച് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിലേക്ക് ആത്മവിശ്വാസത്തോടെ ഭാവിയിലെ പ്രതിസന്ധികളെ നേരിടുവാനുള്ള ഒന്നാണെന്ന് ഓർമ്മപ്പെടുത്തുവാനുമാണ് പൈതൃക കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഞങ്ങൾ കുറേ കാലമായി പ്രവർത്തനം തുടങ്ങിയിട്ട്, പക്ഷെ അതിനെ ഒരു സമ്മേളനത്തിൻ്റെ രൂപത്തിൽ ആദ്യമായിട്ടാണ് നടത്താൻ പോകുന്നത്. എല്ലാവരുടെയും സഹകരണം അതിനായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരള പൈതൃക കോൺഗ്രസിൻ്റെ 2025 നടക്കാൻ പോകുന്ന ആ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ഈ മാസം 16-ാം തീയതി, 2 ദിവസം കഴിഞ്ഞ് 16-ാം തീയതി വൈകിട്ട് 4 മണിക്ക് നമ്മുടെ കോട്ടയ്ക്കകത്ത്, കോട്ടയ്ക്ക് പുറത്ത് തെക്കേ ഭാഗത്തുള്ള പുത്തൻ തെരുവ് എന്ന് നമ്മൾ അറിയപ്പെടുന്ന 1-ാം പുത്തൻ തെരുവ്, 2-ാം പുത്തൻ തെരുവ്, 3-ാം പുത്തൻ തെരുവ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ആ സ്ഥലത്ത് ഒരു ഹെറിറ്റേജ് വാക്ക് നടക്കുകയാണ് വൈകിട്ട് 4 മണിക്ക്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ ഒരു ഹെറിറ്റേജ് വാക്ക് നടത്തുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗത്തുമുള്ള പഴയ സ്ഥലപ്പേരുകളെല്ലാം പുതിയ പുതിയ പേരുകളിലേക്ക് മാറി വരുമ്പോൾ, ഇവിടെ പുത്തൻ തെരുവിൽ അവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പഴയ പേരിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇന്ന് അതിൻ്റെ പേര് രാമവർമ്മപുരം ഗ്രാമം എന്നാണ്. അപ്പോൾ അതിൽ പറയാനുള്ള, അത് ഒരു സംഗീതത്തിൻ്റെ ഗ്രാമം കൂടിയാണ്. കാരണം നാം അറിയാത്ത ഒരു വലിയൊരു ചരിത്രം ഈ പുത്തൻ തെരുവ് എന്ന് പറയുന്ന സംഗീത ഗ്രാമത്തിനുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ സംഗീതജ്ഞന്മാരും അല്ലെങ്കിൽ മറ്റു പ്രതിഭകളൊക്കെ താമസിക്കുന്ന സ്ഥലം എന്നതിനപ്പുറം നമ്മുടെ മഹാനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഒരിക്കലും നമ്മുടെ നവരാത്രി മണ്ഡപത്തിൽ പാടിയിട്ടില്ല എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. അദ്ദേഹം ഒരിക്കലും പാടിയിട്ടില്ല. കാരണം അവിടെ ചില ചിട്ടവട്ടങ്ങളുണ്ട്. സ്വാതിരുനാളിൻ്റെ കീർത്തനങ്ങൾ മാത്രമേ അവിടെ ആലപിക്കാവൂ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അത് കഴിയാത്തത് കൊണ്ടും അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ അതിന് സമീപത്തുള്ള ഈ പുത്തൻ തെരുവിൽ ഏതാണ്ട് 10 പ്രാവശ്യമെങ്കിലും അദ്ദേഹം കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പലർക്കും, ഇന്ന് തിരുവനന്തപുരത്ത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ കൽപ്പകനായകി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു മണ്ഡപമാണ്. ആ മണ്ഡപത്തിലാണ് അദ്ദേഹം ഈ കച്ചേരികളൊക്കെ അവതരിപ്പിച്ചത്. ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഈ സംഗീത രംഗത്തുള്ള നമ്മുടെ സൂര്യകൃഷ്ണമൂർത്തിയെ പോലെയുള്ള സംഘാടകരുടെയൊക്കെ ഒരു മുൻഗാമി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഘാടകൻ 1950-ലും 60-ലും ഉണ്ടായിരുന്നു. അദ്ദേഹമായിരിക്കണം തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിയ ഒരു സംഘാടകൻ, സംഗീത രംഗത്തെ സംഘാടകൻ. അദ്ദേഹത്തിൻ്റെ പേര് വരദരാജ അയ്യങ്കാർ എന്നായിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിലൊരു എഞ്ചിനീയറായിരുന്നു. ഇദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം അന്ന് MS സുബ്ബലക്ഷ്മിയും GNBയും അതുപോലെ ഒട്ടേറെ ആ കാലഘട്ടത്തിലെ ML വസന്തകുമാരി, TR മഹാലിംഗം എന്ന് വേണ്ട ആ സംഗീത രംഗത്തെ മഹാപ്രതിഭകളെല്ലാം ഈ കൊച്ചു തെരുവിലേക്ക് കൊണ്ടുവന്ന് വലിയ കച്ചേരികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേര് ഇന്നും സംഗീതജ്ഞന്മാർ നിൽക്കുന്നു. നമ്മുടെ ഇന്നത്തെ പ്രശസ്തരായിട്ടുള്ള ഹരിഹരൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ, ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ പ്രശസ്തരായ ഗായകരെല്ലാം ജനിച്ച സ്ഥലമാണ്. 2 ദിവസം മുമ്പ് മരിച്ചുപോയ ഡൽഹി ഗണേഷ്, അദ്ദേഹത്തിൻ്റെ കുടുംബം പോലും ഈ ഗ്രാമത്തിലാണെന്നുള്ളത് ഇന്ന് ആർക്കും അറിയില്ല എന്നുള്ളത്. അദ്ദേഹം പലതവണ അവിടെ വന്നിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരനും അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ പല പല ആംഗിളുകൾ. അതുപോലെ നമ്മുടെ വേദപണ്ഡിതന്മാരായിട്ടുള്ള ഖനപാടികൾ എന്ന് പറയുന്ന 7 തലമുറ, നമ്മൾ സാധാരണ നമ്മൾ ഒരു ആലങ്കാരികമായി പറയുന്ന 7 തലമുറ എന്ന് പറയുന്നുണ്ട്. ആ 7 തലമുറ ജീവിച്ച സംസ്കൃത പണ്ഡിതന്മാർ, വേദപണ്ഡിതന്മാരുടെ സ്ഥലം കൂടിയാണ് ഈ 1-ാം പുത്തൻ തെരുവ് അല്ലെങ്കിൽ ഈ രാമവർമ്മപുരം ഗ്രാമം. അതുപോലെ
അവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വാതിരുനാൾ മഹാരാജാവ് സുന്ദര അദ്ദേഹത്തിൻ്റെ ദിവാനായിട്ടുള്ള സുബ്ബറാവുവിന് സ്ഥാപിച്ചു കൊടുത്ത വീടാണ് ഇന്ന് ഗവൺമെൻറ് സത്രം സ്കൂള്. അതുമാത്രമാണ് ഇന്ന് അവിടുത്തെ ഏറ്റവും എടുപ്പുള്ള, ഇന്നും എത്ര പുതിയ പുതിയ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും എടുപ്പുള്ള ഒരു കെട്ടിടം, ഒരു പൗരാണിക ഗ്രഹം എന്ന് പറയുന്നത് ഈ പറയുന്ന സത്രം സ്കൂളാണ്. അപ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും അതുപോലെ തന്നെ മറ്റുള്ള അതിന് ചുറ്റുവട്ടത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ അതിന് ചരിത്ര പ്രാധാന്യമുള്ളതുണ്ട്. അതെല്ലാം നമ്മുടെ ഈ 16-ാം തീയതിയുള്ള ഹെറിറ്റേജ് വാക്കിൽ ഈ കേരള പൈതൃക കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഒരു വിളംബര ജാഥ എന്നോണം ആണ് ഞങ്ങൾ ഈ പരിപാടി അവിടെ സംഘടിപ്പിക്കുന്നത്. 16-ാം തീയതി വൈകിട്ട് 4 മണിക്ക് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇവിടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഈ ചടങ്ങിൽ നമ്മുടെ ഈ കേരള പൈതൃക കോൺഗ്രസിൻ്റെ ഇതിൽ നേതൃത്വം നൽകുന്ന ആൾക്കാരാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. ഈ കേരള പൈതൃക കോൺഗ്രസ് 2025-ലും അതുപോലെ അതിന് മുന്നോടിയായിട്ടുള്ള പല കാര്യങ്ങളും. അതിൽ ഒന്നാണ് നമ്മുടെ ഡോക്ടർ പ്രേംകുമാർ. അദ്ദേഹം നമ്മുടെ മുൻ ആർക്കിയോളജി ഡയറക്ടറാണ്. അതുപോലെ ശ്രീമതി ഗീതാ മധു സാംസ്കാരിക വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാണ്, ഗ്രന്ഥകാരിയാണ്, അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ ശാന്ത തുളസീധരൻ ഏതാണ്ട് 10-16ഓളം ഗ്രന്ഥങ്ങൾ എഴുതുകയും കേരളത്തിലെ ആദിവാസി ഗ്രന്ഥങ്ങളെക്കുറിച്ച്, ആദിവാസി സമൂഹത്തെക്കുറിച്ച് 40ഓളം ഗ്രന്ഥങ്ങൾ റെക്കോർഡാണ്, 40ഓളം ഗ്രന്ഥങ്ങൾ ഇരിക്കുകയും അതുപോലെ ആദിവാസി സമൂഹത്തെക്കുറിച്ച് വളരെ ആധികാരികമായൊരു പഠനം നടത്തിയ ശ്രീമതി ശാന്ത തുളസീധരനുണ്ട്. ശ്രീ രാജശേഖരൻ നായർ, അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ തിരുവിതാംകൂറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജശേഖരൻ നായർ സാറ് അദ്ദേഹം വന്നിട്ട് നമ്മുടെ കേരളത്തിലെ ഒറ്റപ്പാലവും പാലക്കാടും അതുപോലെ കണ്ണൂരും അതുപോലെയുള്ള പല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആ പ്രാദേശികമായ ചരിത്രങ്ങളിൽ വളരെ അവഗാഹമുള്ള ഒരു ഗവേഷകനാണ്, എഴുത്തുകാരനാണ് അദ്ദേഹം നമ്മുടെ കേരള പൈതൃക കോൺഗ്രസിൻ്റെ ഒരു മുഖ്യ സംഘാടകർ അല്ലെങ്കിൽ രക്ഷാധികാരികളിൽ ഒരാളാണ്. അതുപോലെ നമ്മുടെ അംബിക അമ്മയുണ്ട്, അതുപോലെ ഗിഫ്റ്റി എൽസ വർഗീസ്, അതുപോലെ സംഗീത് കോയിക്കൽ പത്രപ്രവർത്തകനാണ് അദ്ദേഹം. അതുപോലെ അവരെല്ലാം ഈ തണൽക്കൂട്ടത്തിൻ്റെ, അതുപോലെ ജീൻ പോൾ അദ്ദേഹം സംവിധായകനാണ്, ഒരുപാട് ഡോക്യുമെൻ്ററികൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. അതുപോലെ ശംഭു മോഹൻ, അദ്ദേഹം ഇതിൻ്റെ മീഡിയയുടെ കൺവീനറാണ്. അവരെല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മളെ ഈ കോട്ടയ്ക്കകവും അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ പൈതൃകമായിട്ടുള്ള സംഭവങ്ങൾ വിട്ടിട്ട് നമ്മൾ അതോടൊപ്പം തന്നെ നമ്മുടെ തീരദേശ മേഖലയിൽ വലിയൊരു അത്ഭുതം നടക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെയാണ് ആ തീരദേശത്തിൻ്റെ കോസ്റ്റൽ ഹിസ്റ്ററി ഓഫ് കേരള അല്ലെങ്കിൽ ട്രിവാൻഡ്രം എന്നതിനെ സംബന്ധിച്ച് വളരെ പഠനം നടത്തിയ ഒരാളുണ്ട്, റോബർട്ട് പനിപ്പിള്ള എന്ന് പറയുന്ന. അദ്ദേഹം നമ്മുടെ ഈ കേരള പൈതൃക കോൺഗ്രസിൽ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ വലിയ കണ്ടെത്തലുകളും സംഭാവനകളും അതെല്ലാം നമ്മുടെ പൈതൃക കോൺഗ്രസിൽ അദ്ദേഹം ഇതിലൂടെ തന്നെയും അതുപോലെ നേരിട്ടും അദ്ദേഹം ഇത് പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഇതുപോലെ തീരദേശത്തിൻ്റെ ചരിത്രം അത് ശശിഭൂഷൺ സാറിൻ്റെ നേതൃത്വത്തിൽ തന്നെ റോബർട്ട് പാനിപ്പിള്ള പറഞ്ഞതും അത് തന്നെയാണ്. ശശിഭൂഷൺ സാറിന് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അതുപോലെ അദ്ദേഹവുമായിട്ട് ഇവർ രണ്ടുപേരും ചേർന്നുള്ള ചില കാര്യങ്ങൾ നമ്മളറിയാത്ത 1550 അതിനു മുമ്പേ ഉള്ള നമ്മുടെ ശംഖുമുഖത്തിൻ്റെയും വലിയതുറയുടെയും അതുപോലെ വേളി ഭാഗത്തുള്ള കോസ്റ്റൽ ഏരിയയിലുള്ള അവിടെ ഒരു ഹെറിറ്റേജ് വാക്ക് സംഘടിപ്പിക്കണമെന്നാണ് അന്ന് അവിടുത്തെ പള്ളിക്കാരും അതുപോലെ തന്നെ അവർ എല്ലാവരും ആവശ്യപ്പെടുന്നത്. അത് ഉടനെ തന്നെ ഇതിന് ശേഷം ഈ പൈതൃക കോൺഗ്രസിൻ്റെ 2025 ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെയും അത്തരത്തിലൊരു പരിപാടി നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് 2025 ജനുവരി 18-19 ദിവസങ്ങളിൽ നടക്കുന്ന ആ 2 ദിവസത്തെ പ്രോഗ്രാം എന്നുള്ള ഒന്ന് ബ്രീഫ് ചെയ്യാം ഇവിടെ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പൈതൃകം എന്താണ്, ചരിത്രം എന്താണ്, നമ്മുടെ സംസ്കാരം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്, ഈ 2 ദിവസത്തെ സെമിനാറിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അതിലേക്കായി അതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള സ്കൂളുകളിലേക്ക്, ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലുള്ള സ്കൂളുകളിലേക്ക് നമ്മുടെ ഈ സംഘാടക സമിതി കത്തയക്കുകയും
രണ്ട് കുട്ടികൾ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്ത് അവരെ നമ്മൾ 10ഓളം വിഷയങ്ങൾ കൊടുക്കുന്നുണ്ട്, 10 ടോപ്പിക് കൊടുക്കുന്നുണ്ട്. അതിൽ ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുത്ത് അതിൽ ലേഖനങ്ങൾ എഴുതുകയും ആ ലേഖനങ്ങൾ നമ്മുടെ സമിതിക്ക്, സംഘടന സമിതിക്ക് അയച്ചു തരികയും ഇവിടെ ഒരു സ്ക്രൂട്ടിനി ചെയ്ത് അതിൽ ബെസ്റ്റ് പേപ്പേഴ്സ് 10 പേപ്പർ സെലക്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ സെലക്ട് ചെയ്ത 10 പേപ്പറുകളും പല വിഷയങ്ങളും പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ട് ആ പേപ്പറുകളെ ആ കുട്ടികൾ തന്നെ ഈ സെമിനാർ ദിവസം 2 സെഷനുകളിലായിട്ട് പ്രസൻറ്റ് ചെയ്യും, 10 പേപ്പർ. അങ്ങനെയാണ് ഈ പ്രോഗ്രാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി പ്രോഗ്രാമിലേക്ക് വരാം. അപ്പോൾ ഈ മോർണിംഗ് നമ്മൾ 18-ാം തീയതി മോർണിംഗ് ഉദ്ഘാടന കർമ്മമാണ്. അതിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഫുഡ് സപ്ലൈസ് മിനിസ്റ്റർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ആ ഫംഗ്ഷനിൽ, ആ ഉദ്ഘാടന കർമ്മത്തിൽ തന്നെ ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള പൈതൃകം സംരക്ഷിക്കുന്ന പ്രഗത്ഭനായ വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവർക്ക് നമ്മുടെ ഒരു സൈറ്റേഷനും പൊന്നാട് എണീക്കലും ആ ചടങ്ങിൽ നടത്തുന്നതാണ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നമുക്ക് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ അറിയിച്ചാൽ അവരെ ആദരിക്കുന്നതാണ്. പൈതൃകം സംരക്ഷിക്കുന്ന വ്യക്തികൾ പല 10ഓളം പൈതൃക വിഷയങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതും തരുന്നതാണ്. ആ വിഷയങ്ങളിൽ എക്സ്പെർട്ടായിട്ടോ അത് സംരക്ഷിക്കാനോ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അപ്പോൾ അവർക്ക് നമ്മുടെ ആദരിക്കുന്നതാണ്. അവരെ ആദരിക്കുന്ന ചടങ്ങ് അതിലുണ്ട് ഉദ്ഘാടന ക്രമത്തിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടത്തുന്നത് പാനൽ ഡിസ്കഷനാണ്. അതായത് പൈതൃക സംരക്ഷണവും വെല്ലുവിളികളും എന്നുള്ള വിഷയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രഗത്ഭനായ പണ്ഡിതന്മാർ ഒരു 3-4 പേര് പാനൽ ഡിസ്കഷൻ, ഒരു ഈ പറഞ്ഞതിൽ പൈതൃകം സംരക്ഷിക്കാൻ നേരിടുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ എന്താണ് എന്നുള്ള. ഇപ്പോൾ ശശിഭൂഷൺ സാർ പറഞ്ഞ പോലെ ഇതൊക്കെ നടത്തേണ്ട ആൾക്കാരൊക്കെ ഉറങ്ങുകയാണ്. ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം ചുമ്മാ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഒരു ആക്ടിവിറ്റീസും ഇല്ല, അങ്ങനെ ഇരിക്കുകയാണ്. നിറയെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ. ഇപ്പോൾ ഞാൻ എടുത്തു പറയുന്നില്ല. നമ്മൾ സാമ്പിളിൽ എൻ്റെ പുരാവസ്തു വകുപ്പിലിരിക്കുന്ന കിഴക്കേ കോട്ടയെ കണ്ടാൽ അറിയാം. കഴിഞ്ഞ ഓണത്തിന് മുമ്പായിട്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കി, ഞാൻ പറയുന്നത് കറക്റ്റാണെങ്കിൽ, അവിടെ സ്കഫോൾഡിങ് വെച്ച് ഇവർ വൈറ്റ് വാഷ് ചെയ്യാൻ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. എല്ലാ ഓണത്തിന് മുമ്പ് ഘോഷയാത്ര വരുന്നതിന് മുമ്പ്, ലൈറ്റ് ഇടുന്നതിന് മുമ്പായിട്ട് അത് വൈറ്റ് വാഷ് ചെയ്ത് നല്ല ഭംഗിക്ക് സൂക്ഷിക്കും. കിഴക്കേ കോട്ട ഞാൻ പറയുന്നത്. ഇപ്രാവശ്യം സ്കഫോൾഡിങ് വെച്ചെല്ലാം കെട്ടിവെച്ചിരുന്നു. പക്ഷേ അവർ ഒന്നും ചെയ്യാതെ അതിനെ അഴിച്ചു മാറ്റുകയായിരുന്നു നടന്നത്. ആരും ശ്രദ്ധിച്ചില്ല. നടന്ന സംഭവമാണ്, നിങ്ങൾ അന്വേഷിച്ചറിയാം. സാമ്പിളിന് ഞാൻ പറഞ്ഞതന്നെ ഉള്ളൂ. ഇതുപോലെ പൈതൃകം സംരക്ഷിക്കേണ്ടവർ തന്നെ സംരക്ഷിക്കാത്ത രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ആക്ടിവിറ്റീസൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ആ ചലഞ്ചിലൊന്നും ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനത്തെ ചലഞ്ചസ് പടിഞ്ഞാറ കോട്ടയിലുള്ള ഒരു ഭാഗം അടർന്നു വീഴുന്നു. ഇന്ന് വരെ ആരും ഒന്നും ചെയ്യുന്നില്ല, ചോദിക്കാനാണില്ല. ഈ ഇടയ്ക്ക് നടന്ന സംഭവം പടിഞ്ഞാറ കോട്ട. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഈ 2 കോട്ടകളും ഓരോ വർഷവും വൈറ്റ് വാഷ് ചെയ്യലും അതിൻ്റെ മെയിൻ്റനൻസ് പണി ചെയ്യലുമായിരുന്നു എൻ്റെ വർക്ക്. ഇപ്പോൾ അതിനുശേഷം ആരും ചെയ്യുന്നില്ല. ഇതേപോലെ ഓരോ മേഖലകളിലുണ്ട്. അപ്പോൾ ഭാഷ എടുത്ത് നോക്കുകയാണെങ്കിൽ മലയാള ഭാഷ നമുക്ക് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞ് 2013 അനുവദിച്ച് കിട്ടിയതിന് ശേഷം ഇന്ന് വരെ 10 വർഷം 11 വർഷം പിന്നിട്ടു ഒരു ആക്ടിവിറ്റീസും ഇല്ല. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കും. തമിഴ്നാട്ടിന് തമിഴ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 14 കോടി രൂപയാണ് കൊടുത്തത്. നമുക്ക് തന്നത് 1 കോടി രൂപയാണ്. അപ്പോൾ അന്വേഷിച്ചോ പറയുന്നത് ഇവിടെ നിന്ന് ആരും ഗവൺമെൻറ്റിൽ നിന്ന് റിക്വസ്റ്റ് അയക്കുന്നില്ല എന്നുള്ളത്. ഇത് ഞാൻ ചലഞ്ചുകളിൽ നിങ്ങൾക്ക് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ദീപ പോകുന്നില്ല. ഇതേപോലെ 100 കണക്കിന് പ്രശ്നങ്ങൾ പൈതൃക സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേരളത്തിൽ നമ്മൾ ഓരോ ദിവസവും നേരിടുകയാണ്. നമ്മൾ തിരുവനന്തപുരം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മുടെ ആദ്യം തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം വെച്ച് ഒരു സംവാദം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ചാലഞ്ചസ് പൈതൃക സംരക്ഷണവും വെല്ലുവിളികളും എന്നുള്ള വിഷയത്തിൽ ഉള്ള ഒരു സംവാദം ഫസ്റ്റ് സെഷൻ. അത് കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോ വിഷയത്തിലും പ്രഗത്ഭനായ പണ്ഡിതന്മാർ പേപ്പർ അവതരിപ്പിച്ച് അവർ സംസാരിക്കുന്ന ഒരു സെഷനുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ആദ്യത്തെ സെഷൻ. അത് കഴിഞ്ഞിട്ട് കുട്ടികളെ ഞാൻ പറഞ്ഞ പോലെ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളിൽ 5 പേര് പ്രസൻറ്റ് ചെയ്യും. 5 വിഷയങ്ങൾ അവതരിപ്പിച്ച് പ്രസൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെച്ചിട്ടുള്ളത് ഡോക്യുമെൻ്ററി പ്രസൻറ്റേഷൻ. ഡോക്യുമെൻ്ററി 5 ഡോക്യുമെൻ്ററികൾ കുട്ടികൾക്ക് കാണിക്കാം. എല്ലാം കുട്ടികളാണ്. ഇതിലെല്ലാം നമുക്ക് കുട്ടികളെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ ഭാഷയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. അവർക്ക് ഇത് അവബോധം ഉണ്ടാക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേ ഇതേപോലെ തീമാറ്റിക് പ്രസൻറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ട്. അതായത് ഓരോ തീമും എടുത്തിട്ട് ഈ പൈതൃകമായിട്ട് ബന്ധപ്പെട്ട് ഓരോ തീമിലും ഓരോ ആളുകൾ ഒരു വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും രാവിലെ. അത് കഴിഞ്ഞിട്ട് ഈ ബാലൻസ് ഉള്ള 5 കുട്ടികൾ 5 പേപ്പർ പ്രസൻറ്റ് ചെയ്യും. മാക്സിമം അന്ന് ഡോക്യുമെൻ്ററി ഉണ്ടെങ്കിൽ അവതരിപ്പിക്കാം. എൻ്റെ കേസിൽ നിന്ന് ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, ഞാൻ ആർക്കിയോളജിയുടെ ഉണ്ട്, അതും തരാം. കുട്ടികൾക്ക് അതും പ്രസൻറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ലാസ്റ്റിൽ
വാൽഡിക്ടറി സമാപന സമ്മേളനത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൺഫേം ആയിരുന്നെങ്കിൽ നോട്ടീസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. കൺഫേംഡാ. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം വരുന്നത് നല്ല കുട്ടികളുടെ ഒരു അവബോധം ഉണ്ടാക്കുന്ന 10 കുട്ടികൾ സെലക്ട് ചെയ്യപ്പെട്ടവർക്ക് അവർക്ക് പൊന്നാടി എണീക്കലും പിന്നെ അതിൻ്റെ ക്യാഷ് ചെറിയൊരു എമൗണ്ട് ഒന്ന് കൊടുക്കുമെന്ന് തോന്നുന്നു. ഡിസ്ട്രിബ്യൂഷനും മൊമെൻറ്റോയും കൊടുക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയിൽ നിന്നും പൈതൃക സംരക്ഷണത്തിൻ്റെ ഒരു അവാർഡ് വാങ്ങുന്നതെന്ന് പറയുന്നത് തന്നെ കുട്ടികൾക്ക് വലിയ കാര്യമാണ്. അങ്ങനെ നമ്മൾ ഈ 2 ദിവസത്തെ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് 2 ദിവസം കൊണ്ട് ജനുവരി 20, 25, 18, 19 ദിവസങ്ങൾ. തൈക്കാട് ആശുപത്രിയുടെ ആ ക്യാമ്പസ് മുഴുവൻ വിജൃംഭമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടങ്ങൾ തിരുവനന്തപുരത്തുള്ളതിൽ ഇപ്പം ഈ ആർട്സ് കോളേജ് അല്ല സംസ്കൃത കോളേജിൻ്റെ കെട്ടിടം അത് മനഃപൂർവ്വമായി അത് വേണ്ട മെയിൻ്റനൻസ് നടത്താതെ അത് പൊളിച്ചു മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ആർട്സ് കോളേജിൻ്റെ മുന്നേ അവിടെയൊരു കെട്ടിടം ഉണ്ടായിരുന്നത് അത് ഈ പറഞ്ഞ വളരെ ബലവത്തായ കെട്ടിടമായിരുന്നു. അതും അവഗണനയിലാക്കിയിട്ട് അത് പൊളിച്ചു മാറ്റി. അതുപോലെ തന്നെയാണ് തൈക്കാട് ആശുപത്രി ഏറ്റവും പഴക്കം ചെന്ന ആശുപത്രി കിട്ടുന്ന അവിടെ ആ ക്യാമ്പസ് മുഴുവൻ അപകടത്തിലാക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ